എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു ചില്ലി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ 500 ഗ്രാം, അതായത് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് മാക്സിമം സ്ക്യൂസ് ചെയ്ത് കളയുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അതായത് ഗ്രീൻ ചില്ലിയുടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു 1 അവറെങ്കിലും, അതിൽ കൂടുതൽ വെച്ചാലും ചിക്കൻ നല്ല നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടെൻഡറായിട്ടിരിക്കും. അപ്പോൾ മാക്സിമം കുറഞ്ഞതൊരു 1 അവറെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ ഇതിനകത്തേക്ക് മുട്ടയും കൂടി ചേർക്കണം. പക്ഷേ ഞാനിപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല. മുട്ട നമുക്ക് ഫ്രൈ ചെയ്യണതിന് മുന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിന് ഞാനൊരു 1 അവർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. നമ്മൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊരു 4 മണിക്കൂർ വെച്ചു കേട്ടോ ഫ്രിഡ്ജിൽ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിൽ കുറേശ്ശെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ വലിയ പാത്രമാണെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ടോ വറുത്ത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം വറുത്ത് ഇതാ മാറ്റി വെച്ചു. ഇനി നല്ലൊരു ഗോൾഡൻ കളറിൽ ആവണ വരെ വറുത്തെടുക്കണം കേട്ടോ. അതേ ഓയിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അതേ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, ഒരു 2 ഉണക്ക മുളക് പൊട്ടിച്ചത്, കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് സോട്ട് ചെയ്യുക. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാട്ടോ വച്ചിരിക്കുന്നത്. ഇതിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കം, ഒരു 1/2 ക്യാപ്സിക്കം എടുത്താൽ മതി, അത് ചേർത്ത് കൊടുക്കുക. ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഒരെണ്ണം. ഒനിയൻ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണ വരെ, ശരിക്കും ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് പാത്രത്തിൻ്റെയൊക്കെ ഒരു ചൂടനുസരിച്ചിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ല, നമ്മൾ സോയാ സോസൊക്കെ ഒഴിക്കുമ്പോൾ അതിനകത്ത് ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇട്ടേക്കണ ഓണിയൻസ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗർ, 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ ചില്ലി സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് ഒഴിച്ചാലും മതി. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ, ഹോട്ടൽ സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു സെമി ഗ്രേവിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതാ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചിനെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും കോൺ സ്റ്റാർച്ച് ഒഴിച്ചിട്ട് അത് തിളച്ച് വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ഈ ഡ്രൈ ആയിട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ അങ്ങോട്ട് നല്ല ഫുൾ ഫ്ലെയിമിലേക്ക് വയ്ക്കുക.
നല്ലോണം തിളയ്ക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയും ചെന്നിട്ട് കട്ട് ചെയ്തിട്ട് കിടക്കും. അപ്പോൾ അതിനകത്തേക്ക് ഒരു സെമി ഗ്രേവി ടൈപ്പിലേക്കായി മാറും അത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സെമി ഗ്രേവി ടൈപ്പ്, ഇപ്പോൾ ഡ്രൈ ആയിട്ട് ചെയ്യാനും കാണിച്ചുള്ളൂ ഞാൻ. അത് രീതിയിൽ എടുത്തിട്ട് അതിനകത്തേക്ക് സ്പ്രിംഗ് ഓണിയൻ ആഡ് കൊടുത്താലും മതി. ഇതിപ്പോൾ ഒരു ഗ്രേവി ഇങ്ങനെ അതുമ്പോൾ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ കുറച്ച് കോൺസ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നൂഡിൽസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം.